ഡാ പൂർവി, ഇപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? അവൻ അവളിൽ നിന്ന് വീണ്ടും ആ വാക്കുകൾ കേൾക്കാൻ വേണ്ടി പിന്നെയും ചോദിച്ചു. എന്ത് പറയാൻ? അവൾ കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അത് കേൾക്കെ ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൻ നിരാശയോടെ അവളുടെ കൈകളിൽ പിടിച്ചു. വാ പോകാം. ശ്രീയുടെ മുഖത്തെ വേദന കാണേ അവൻ എത്രത്തോളം അവളിൽ നിന്ന് ആ ഒരു വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായിരുന്നു ആദിക്ക്. ഇതിനോടകം ശ്രീ എല്ലാം ആദിയോട് പറഞ്ഞിരുന്നു. വാ നാദേട്ടാ, നമുക്കും പോവാം. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു, ദച്ചു കുഴഞ്ഞ ശബ്ദത്തിൽ ആദിയോടായി പറഞ്ഞു. വാ. ആദി അവളുടെ കൈകളിൽ പിടിച്ച് നടക്കാനൊരുങ്ങി. പക്ഷേ ദച്ചു അവനെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു, എന്നെ കൈകളിലെടുത്ത് കൊണ്ടുപോയാൽ മതി. അത് കേൾക്കെ ആദി ഒരു പുഞ്ചിരിയോടെ അവളെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് നടന്നു. പോകുന്ന പോക്കിൽ ദച്ചു പൂർവിയെ നോക്കി വിളിച്ചു പറഞ്ഞു, ഡീ പൂർവി, ഇനി എനിക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ നാദേട്ടനുണ്ട് എനിക്ക്. അത് കേൾക്കേണ്ട താമസം പൂർവി നടത്തം നിർത്തി ചുണ്ടു പിളർത്തിക്കൊണ്ട് തൻ്റെ കൈകളിൽ പിടുത്തമിട്ടിരിക്കുന്ന ശ്രീയുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞ് അടുത്ത് കണ്ട വാക്കിംഗ് വേയിൽ കയറിയിരുന്നു. പൂർവിയുടെ ഈ കാട്ടിക്കൂട്ടൽ കണ്ട് ശ്രീ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. എങ്ങനെയെങ്കിലും റൂമിൽ എത്തിക്കിട്ടിയാൽ മതിയെന്ന് ശ്രീക്ക് അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീ ആദിയെ ദയനീയമായി നോക്കി. ആദി അത് കാണെ അവനോട് പറഞ്ഞു, ഒന്നും നോക്കണ്ട, പൊക്കിക്കോ. ഇവിടെ ഈ രാത്രി ഇതുങ്ങളെയും കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ റൂമിൽ ചെന്നിട്ട് നോക്കാം. ആദി പറഞ്ഞത് കേൾക്കെ പൂർവി അവളുടെ രണ്ട് കൈയും ശ്രീയുടെ നേരെ നീട്ടിപ്പിടിച്ചു, എന്നെ എടുക്കുന്ന രീതിയിൽ. അവളുടെ അന്നേരത്തെ മുഖഭാവം കാണെ ശ്രീക്ക് അവളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. അത്രയ്ക്ക് ക്യൂട്ടായിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയാണ് അവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവന് കുറ്റബോധം തോന്നി തുടങ്ങി. പിന്നെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അവളുടെ കയ്യിൽ പിടിച്ചു. അവളെ ഉയർത്തി അവളെ വട്ടം പൊക്കി രണ്ട് കൈകളിലായി എടുത്ത് മുന്നോട്ട് നടന്നു. അന്നേരം പൂർവി ഒരു വിജയചിരിയോടെ ദച്ചുവിനെ നോക്കി കൊഞ്ഞനം കുത്തി. അത് കാണി ദച്ചു ആദിയെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഖം തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് അവൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പൂർവിയെ നോക്കി, ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന രീതിയിൽ. പക്ഷേ അന്നേരം ശരിക്കും ഞെട്ടിയത് ശ്രീയായിരുന്നു. പൂർവിയും അതുപോലെ ചെയ്തേക്കോ എന്ന് കരുതി. അപ്പോഴേക്കും പൂർവി ശ്രീയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു. ദച്ചുവിനെ നോക്കി വിജയച്ചിരി ചിരിച്ചു. ഇത് കാണെ ആദി ശ്രീയെ നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിച്ചുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് നടന്നു. ശ്രീ നിന്ന് വിയർക്കാൻ തുടങ്ങി. അപ്രതീക്ഷിതമായി കിട്ടിയ ഉമ്മയിൽ ശ്രീയുടെ കൈകൾ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ടവൻ വേഗത്തിൽ നടന്നു. കാരണം ഇനിയും അവൾ എന്തേലും ചെയ്താൽ തൻ്റെ നിയന്ത്രണവും തെറ്റിപ്പോകുമോ എന്ന് അവൻ ഭയന്നു. അപ്പോഴേക്കും അവർ ലിഫ്റ്റിന് മുന്നിൽ എത്തിയിരുന്നു. അങ്ങനെ ലിഫ്റ്റിൽ കയറി എങ്ങനെയൊക്കെയോ ഒറ്റക്കൈ കൊണ്ട് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോഴൊക്കെ അവളുടെ നോട്ടം അവനിൽ തന്നെയായിരുന്നു. മുകളിലെത്തിയ ശേഷം അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. ഡോറും തുറന്ന് നേരെ റൂമിലേക്ക് ചെന്ന് അവളെ താഴെ ഇറക്കാൻ നോക്കി. പക്ഷേ പൂർവി അവനെ അള്ളി പിടിച്ചിറങ്ങാൻ കൂട്ടാക്കാതെ. അത് കാണെ അവൻ സംശയത്തോടെ അവളെ നോക്കി. അന്നേരം കാണുന്നത് തന്നെ തന്നെ ഇമച്ചിമ്മാതെ നോക്കിയിരിക്കുന്നവളെയാണ്. അവളുടെ നോട്ടം കാണെ അവനിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുത്തതായി തോന്നി. ഉമിനീരിനാൽ കുതിർന്ന ചുണ്ട്, ചെറു ചുവപ്പാർന്ന കവിളും കാണെ അവനൊന്ന് തലകുടിഞ്ഞുകൊണ്ട് നോട്ടം മാറ്റി. അത് കണ്ടതോടെ പൂർവി ചിണുങ്ങിക്കരയാൻ തുടങ്ങി. അല്ലേലും ശ്രീയേട്ടൻ എന്നെ ഇഷ്ടമല്ല, അതല്ലേ എന്നെ നോക്കാതെ മുഖം തിരിക്കണേ. നാവ് കുഴഞ്ഞുകൊണ്ട് നീട്ടി വലിച്ച് അവളുടെ പരാതി കേട്ടതും ഇതിപ്പോൾ എന്താ കഥ എന്ന രീതിയിൽ ശ്രീ അവളെ കണ്ണുമിഴിച്ച് നോക്കി. പൂർവി അപ്പോഴും ഓരോന്ന് ഞൊടിഞ്ഞുകൊണ്ട് ചിണുങ്ങുകയായിരുന്നു. ഇടയ്ക്കിടെ മൂക്ക് വലിക്കുന്ന ശബ്ദവും കേൾക്കാം. എനിക്ക് എന്തിഷ്ടാണെന്നോ പണ്ടേ. പക്ഷെ ഞാൻ നോക്കിയിരിക്കുമ്പോൾ ശ്രീയേട്ടൻ എന്നെ മാത്രം നോക്കൂല, പാറുവിൻ്റെ കൂടെയല്ലേ നടക്കാവുള്ളൂ. അവളെ നോക്കത്തുള്ളൂ. ഇപ്പോഴും അതെ, എന്നെ നോക്കില്ല. അവളുടെ ആ പറച്ചിൽ കേൾക്കെ ശ്രീയുടെ കണ്ണുകൾ തിളങ്ങി. അവയിൽ ചെറുനീർത്തിളക്കം സ്ഥാനം പിടിച്ചു. എന്താ പറഞ്ഞേ? പണ്ടേ എന്നെ ഇഷ്ടമായിരുന്നെന്നോ? അവൻ ഇടർച്ചയോടെ ചോദിച്ചു. അതെ, ദേ ഇത്രേ ഇഷ്ടമായിരുന്നു എനിക്ക്, ഇത്രയും. രണ്ട് കൈകളും വിരിച്ച് ചുണ്ട് മലർത്തി കൊച്ചു കുട്ടികളെ പോലെ പറയുന്നത് കാണുകെ അവനിൽ വല്ലാത്ത വാത്സല്യം തോന്നി. കൂട്ടത്തിൽ അവൾ തന്നെ മുന്നേ സ്നേഹിച്ചിരുന്നു എന്ന അറിവ് അവന് നൽകിയ സന്തോഷം ചെറുതല്ല. അവൻ വീണ്ടും അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചു. ശ്രീയിൽ തന്നെ നോട്ടമിട്ടിരുന്ന പൂർവി അവൻ്റെ മിഴികൾ നിറഞ്ഞത് കാണെ
ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൻ്റെ ഇരു ചെവിയിലും കൈകൾ വെച്ച് അവളുടെ അധരം അവൻ്റേതിൽ അമർത്തി വെച്ചു. ഒരു നിമിഷം ശ്രീ സ്റ്റെക്കായി നിന്നെങ്കിലും അവളുടെ പാതി അടഞ്ഞ മിഴികൾ കാണെ അവൻ്റെ മിഴികളും അടഞ്ഞിരുന്നു. ഒരു നിമിഷത്തിന് ശേഷം അവൻ്റെ അധരത്തിൽ നിന്ന് അവളുടെ അധരം മോചിപ്പിച്ചതിന് ശേഷം കവിളിനാൽ അവൻ്റെ ഇരു കവിളിലെയും ഒഴുകിയിറങ്ങുന്ന മിഴിനീരിനെ ഒപ്പിയെടുത്ത് അടയാൻ വെമ്പുന്ന മിഴികളോടെ അവൻ്റെ മിഴികളിൽ ദൃഷ്ടിയൂന്നിക്കൊണ്ട് പറഞ്ഞു, ശ്രീയേട്ടൻ കരയുമ്പോൾ പൂർവിക്ക് ഇവിടെ നോവുന്നേ, ഇനി കരയല്ലേ. അവൾ തൻ്റെ ഇടത് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലും കഴുത്തിലും ഇടയിൽ മുഖം ചേർത്ത് കിടന്നു. ആ വാക്കുകളിലുണ്ടായിരുന്നു അവൻ അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന്. അതും കൂടി കേൾക്കെ അവൻ്റെ തൊണ്ടക്കുഴിയിൽ നിറഞ്ഞു നിന്ന ഗദ്ഗതം പുറത്തേക്ക് വന്നിരുന്നു. അവനെല്ലാം മറന്ന് അവളെ വാരിപ്പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഇത്രയും സ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ? എന്നിട്ടും ഞാൻ അതറിയാതെ പോയല്ലോ മോളെ. കുറച്ച് നിമിഷം കഴിഞ്ഞിട്ടും അവളിൽ നിന്നും യാതൊരു പ്രതികരണവും കാണാതെ വന്നപ്പോൾ അവന് മനസ്സിലായി അവൾ മയങ്ങിയെന്ന്. അവൻ പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി. അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി ബെഡിന് താഴെ അവളുടെ മുഖത്തിന് നേരെ ഇരുന്നു. അവളെ നോക്കുന്തോറും അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. സന്തോഷത്തേക്കാൾ സങ്കടമായിരുന്നു അവനിൽ. കാരണം പൂർവിയോടുള്ള തൻ്റെ ഇഷ്ടം പാറുവിനോട് പറയാതെ നേരിട്ട് പൂർവിയോട് തന്നെ പറഞ്ഞിരുന്നുവെങ്കിലെന്ന് ഓർത്ത് അതോർക്കെ അവൻ തൻ്റെ കൈക്കുള്ളിലുള്ള അവളുടെ കൈകളിൽ ചുംബിച്ചുകൊണ്ടിരുന്നു, ഒരു ക്ഷമാപണം പോലെ. പുലർക്കാല വെട്ടം മുഖത്ത് തട്ടിയപ്പോൾ പൂർവി മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നു. അവൾക്ക് തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടായിരുന്നു. അവൾ കിടന്നുകൊണ്ട് തന്നെ കൈകൾ ഉയർത്താൻ വേണ്ടി നോക്കുമ്പോഴാണ് കൈകളിൽ എന്തോ ഭാരം പോലെ അവൾക്ക് അനുഭവപ്പെട്ടത്. അവൾ സംശയത്തോടെ തൻ്റെ കൈകളിലേക്ക് നോക്കി. അന്നേരം കാണുന്നത് തൻ്റെ കൈകൾക്ക് മുകളിൽ മുഖം ചേർത്ത് കിടക്കുന്ന ശ്രീയെയാണ്. അത് കാണെ അവൾ ഞെട്ടലോടെ ഇതെന്താ കഥ എന്ന രീതിയിൽ നോക്കി. പിന്നെയാണ് അവൾക്ക് തലേ ദിവസം കാട്ടിക്കൂട്ടിയതെല്ലാം അവളുടെ മനസ്സിൽ പതിയെ തെളിഞ്ഞു വന്നത്. അതോർക്കെ ഒരു ഞെട്ടലോടെ അവൾ കൈകൾ വേഗം വലിച്ചെടുത്തു. ആ വെപ്രാളത്തിൽ വേഗം കുറച്ച് മാറിയിരുന്നു കൊണ്ട് നിറയാൻ വെമ്പുന്ന മിഴികളാൽ അവനെ നോക്കി. ആ നേരം അവളിൽ എന്തോ വലിയ അപരാധം ചെയ്ത ഭാവമായിരുന്നു. അവൾ കൈകൾ വലിച്ചെടുത്തപ്പോൾ തന്നെ ശ്രീയും ഉണർന്നിരുന്നു. അപ്പോഴും താൻ അവൻ പോലും അറിയാതെ മറച്ചു വെച്ച പ്രണയം അവനോട് തന്നെ വിളിച്ചു പറഞ്ഞതോർത്ത്, അതും തൻ്റെ ഈ ഒരു അവസ്ഥയിൽ പൂർവിക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. പൂർവി എഴുന്നേറ്റെന്ന് കാണെ ശ്രീയുടെ കണ്ണുകൾ വിടർന്നു. അവൻ അവൾക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് വേഗം എഴുന്നേറ്റ് നിന്നു. അവൻ്റെ പുഞ്ചിരിച്ച മുഖം കാണെ പൂർവിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. എന്തിരുന്നാലും അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവന് നേർത്തൊരു പുഞ്ചിരി തിരികെ നൽകി. അവളുടെ ചിരി കാണെ അവൻ്റെ മുഖം കൂടുതൽ പ്രകാശിച്ചു. പക്ഷേ അതിന് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീയേട്ടാ, ഞാൻ വേഗം ഫ്രഷായി വരാം, എന്നിട്ട് നമുക്ക് വേഗം പോയേക്കാം, സമയം വൈകിയെന്ന് തോന്നുന്നു. അവൾ ഫോണെടുത്ത് നോക്കി പറഞ്ഞുകൊണ്ട് വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ശ്രീയാണെങ്കിൽ അയ്യടാ എന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് അവളെ നോക്കി നിന്നു. ഇവൾക്ക് കഴിഞ്ഞ ദിവസം നടന്നതൊന്നും ഓർമ്മയില്ലേ? അതോ ഞാൻ സ്വപ്നം കണ്ടതാണോ? ശ്രീ അതും മനസ്സിൽ ചിന്തിച്ച് അവിടെ സ്റ്റെക്കായി നിന്നു. പൂർവിയാണെങ്കിൽ അവൻ്റെ മുന്നിൽ നിന്ന് വേഗം ഓടി ഒളിക്കേണ്ട തത്രപ്പാടിലായിരുന്നു. അവൾ വേഗം കബോർഡിൽ നിന്ന് അവൾക്ക് ധരിക്കാനുള്ള ഡ്രസ്സും എടുത്ത് അവനോടൊന്നും സംസാരിക്കാതെ വേഗം ബാത്റൂമിലേക്ക് കയറി. അവൾ പോയെന്ന് കാണെ ശ്രീയിൽ വല്ലാത്ത നിരാശ നിറഞ്ഞു. അവൾക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല എന്ന അറിവ് അവനെ നിരാശപ്പെടുത്തിയെങ്കിലും പക്ഷേ അവളുടെ ഉള്ളിലുള്ളത് അവൾ തുറന്നു പറഞ്ഞതെന്ന് ഓർക്കെ അവനിൽ വല്ലാത്തൊരു ആശ്വാസം നിറഞ്ഞു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഇരുവരും ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങിയിരുന്നു. പിന്നീട് ശ്രീയോടൊപ്പമുള്ള സമയങ്ങളിലൊക്കെ പൂർവി കഴിഞ്ഞ രാത്രിയിൽ അങ്ങനെയൊരു സംഭവം നടന്നു എന്ന് ഓർമ്മിപ്പിക്കാത്ത രീതിയിലാണ് നടന്നത്. പക്ഷേ ശ്രീയുടെ മിഴികൾ പ്രണയത്തോടെ ഇടയ്ക്കിടെ അവളിൽ പാറി വീണുകൊണ്ടിരുന്നു. പർച്ചേസിങ്ങിന് പോയപ്പോഴും എല്ലാം അവൻ അവളുടെ ഒപ്പം തന്നെ ഉണ്ടെങ്കിലും അവളെപ്പോഴും അവനോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് പെരുമാറിയത്. അതോടെ അവൾക്ക് ഒന്നും ഓർമ്മയില്ലെന്ന് തന്നെ ശ്രീ കരുതി. അതിനാൽ അവളോടൊന്നും ചോദിക്കാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ. വൈകിട്ടോടെ അവർ ഹോട്ടലിന് മുന്നിൽ എത്തിയിരുന്നു. അവർ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന ആദിയെയും ദച്ചുവിനെയുമായിരുന്നു. അവരെ കാണെ ശ്രീയും പൂർവിയും അവരുടെ അടുത്തേക്ക് ചെന്നു. പോകുവാണോടാ? ശ്രീ ആദിയോടായി ചോദിച്ചു. അതേടാ, മക്കൾ ഞങ്ങളെ കാണാതെ വാശി പിടിക്കുന്നുണ്ട്. അമ്മ വിളിച്ചു പറഞ്ഞു,
ഇനിയും ഇവിടെ നിന്നാൽ ചിലപ്പോൾ എൻ്റെ വീട് തന്നെ തിരിച്ചു വെച്ചെന്ന് വരും. അപ്പോഴേക്കും തെച്ചു ഓടി വന്ന് പൂർവിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ചെവിയിൽ പതിയെ ആരും കേൾക്കാതെ പറഞ്ഞു, എന്നാലും നീ എന്നെയും കടത്തി വെട്ടിയല്ലോ പൂർവി. വെറുതെയല്ല മിണ്ടാപൂച്ച കലമുടയ്ക്കുമെന്ന് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ദച്ചു അവളെ നോക്കി കണ്ണിറുക്കി. അതുകൂടി കേൾക്കെ പൂർവി പിടപ്പോടെ അവളെ നോക്കി. അതേ നോട്ടം തൊട്ടുമുന്നിലുള്ള ശ്രീയിലും എത്തി. അവൻ ആദിയോട് സംസാരിക്കുന്നത് കാണെ അവൾ ആശ്വാസത്തോടെ തൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പൊപ്പി. ദച്ചു രഹസ്യം പോലെ പറഞ്ഞതാണെങ്കിലും ശ്രീ അത് വ്യക്തമായി കേട്ടിരുന്നു. അതിൻ്റെ കൂടെ പൂർവിയുടെ മുഖത്തെ പതർച്ചയും കാണെ ശ്രീക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ആദിയും ദച്ചുവും പോയതിന് പിന്നാലെ തന്നെ ശ്രീയും പൂർവിയും അവിടെ നിന്നിറങ്ങി. പൂർവി എന്തുകൊണ്ടാണ് തന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ശ്രീക്കറിയാവുന്നതുകൊണ്ടും അവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓർത്തതുകൊണ്ടും അവൻ പിന്നീട് അതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ പോയില്ല. കാരണം ഇപ്പോൾ താൻ എന്ത് പറഞ്ഞാലും അവൾ അംഗീകരിച്ചെന്ന് വരില്ല. അതുമല്ല, അവൾക്ക് സമയം വേണമെന്ന് അവന് തന്നെ അറിയാം. പക്ഷേ എന്തിരുന്നാലും അവൻ മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം പൂർവി തിരക്കിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവളുടെ കടയിലേക്ക് ലൈറ്റ് യെല്ലോ ടോപ്പും വൈറ്റ് പലാസയും അണിഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടി കയറി വന്നത്. ആ കുട്ടിയെ കാണുകെ പൂർവി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്നു. ആ പെൺകുട്ടിയുടെ പിറകെ തന്നെ മധ്യവയസ്കനായ ഒരു പുരുഷനും സ്ത്രീയും കടന്നു വന്നു. അവരുടെ വേഷവിധാനത്തിലെല്ലാം തന്നെ വല്ലാത്ത ആഢ്യത്യം നിറഞ്ഞു നിന്നിരുന്നു. കാഴ്ചയിൽ തന്നെ അറിയാം നല്ല സമ്പന്നമായ കുടുംബമാണെന്ന്. പൂർവിയെ കണ്ട ആ പെൺകുട്ടി ഒരു പുഞ്ചിരിയോടെ പൂർവിയുടെ അടുത്തേക്ക് വന്നു. അവരുടെ പിന്നാലെ വരുന്നവരെ കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന പൂർവിയുടെ മുഖം പെട്ടെന്ന് തന്നെ മങ്ങി. അവളുടെ വായിൽ നിന്നും അറിയാതെ ആ പേര് പുറത്തേക്ക് വന്നു, യശോദാമ്മ. യശോദയും അവളെ കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. യശോദയുടെ പിന്നാലെ വരുന്ന ഉണ്ണിയെ കാണുകെ പൂർവിയുടെ കൈകൾ അവളുടെ കയ്യിലിരുന്ന തുണിയിൽ മുറുകി. പിന്നെ സംയമനം പാലിച്ചുകൊണ്ട് എല്ലാവർക്കുമായി ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് മേഡം വേണ്ടത്? ഒരുപാട് നാളുകൾക്ക് ശേഷം പൂർവിയെ നേരിട്ട് കണ്ട ഉണ്ണിയിൽ വല്ലാത്ത വിഷമവും നഷ്ടബോധവും തോന്നി. അവൻ അവിടെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ധരിച്ചു നിന്നു. പക്ഷേ യശോദ അവൻ്റെ കൈകളിൽ പിടിച്ച് വേഗം രേഷ്മയുടെ അടുത്തേക്ക് നിർത്തിച്ചു. അപ്പോൾ പൂർവി ആ പെൺകുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ സംശയിച്ചു നിൽക്കുകയായിരുന്നു. എങ്കിലും അത് വിട്ടുകളഞ്ഞ് ആ പെൺകുട്ടിയോട് എന്താണ് വേണ്ടത് എന്ന് വീണ്ടും ചോദിച്ചു. എനിക്ക് ഒരു 2 ദിവസത്തിനകം കിട്ടാവുന്ന തരത്തിൽ ഒരു ഗൗണാണ് വേണ്ടത്. അതിനിപ്പോൾ എന്താ, ഞാൻ നേരത്തെ പകുതി ഡിസൈൻ ചെയ്തു വെച്ചതുണ്ട്. അത് ബാക്കി വർക്ക്സ് എങ്ങനെ വരുമെന്നും പറഞ്ഞു തരാം. അത് കാണിക്കട്ടെ? ഓ ഷുവർ. അത് കേൾക്കെ പൂർവി ആ ഗൗൺ രേഷ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ രേഷ്മയുടെ കണ്ണുകൾ തിളങ്ങി. എടോ, ഇത് നല്ല രസമുണ്ട്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇനിയൊന്നും നോക്കാനില്ല. തനിക്കിത് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു തരാൻ പറ്റുമോ? അത് കേൾക്കെ യശോദ വേഗം അവരുടെ ഇടയിൽ കയറി ഒരു പുച്ഛത്തോടെ പറഞ്ഞു, നമുക്ക് ഈ കടയിൽ നിന്ന് നോക്കണോ മോളെ? ഇതൊരു ചെറിയ കടയല്ലേ. ഇതുപോലുള്ള കടയിൽ നിന്നൊക്കെ എന്തിനാ എടുക്കുന്നത്? നമുക്ക് കുറച്ചുകൂടി വലിയ കടയിൽ നോക്കാമായിരുന്നില്ലേ? അത് കേൾക്കെ പൂർവിയിൽ പുച്ഛമാണ് നിറഞ്ഞത്. ഇത്രയുമായിട്ടും അവരുടെ സ്വഭാവത്തിന് ഒരു അല്പം പോലും മാറ്റമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഉണ്ണിക്കും യശോദയുടെ സംസാരത്തിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ യശോദയെ എതിർത്തുകൊണ്ട് രേഷ്മയുടെ സ്വരം അവിടെ മുഴങ്ങി, വേണ്ട, ഇവിടുന്ന് തന്നെ മതി. എനിക്ക് ഈ കടയും അതുപോലെ തന്നെ ഈ കുട്ടി കാണിച്ച ഡ്രസ്സും വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ സ്റ്റിച്ചിങ്ങിൽ ക്വാളിറ്റിയും ശരിക്കും യുണീക്കാണ്. ഞാൻ നന്നായി അന്വേഷിച്ചിട്ട് തന്നെയാണ് വന്നത്. സോ എനിക്ക് ഈ ഗൗൺ മതി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രേഷ്മയുടെ സ്വരത്തിൽ ചെറുതായി എങ്കിലും വന്ന ഇഷ്ടക്കേട് മനസ്സിലായതുകൊണ്ട് തന്നെ യശോദ പിന്നീടൊന്നും പറയാതെ ദേഷ്യം അമർത്തി നിന്നു. ആ ഗൗണിൽ രേഷ്മ അവളുടേതായ കുറച്ച് ഐഡിയകളും കൂടി പൂർവിയോട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞിരുന്നു. അത് കേൾക്കെ പൂർവി പറഞ്ഞു, മേഡം പറയുന്ന രീതിക്കുള്ള വർക്ക് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസ് കുറച്ച് നന്നായി കൂടും. അതിന് കുഴപ്പമുണ്ടോ? അത് യശോദ വേഗം ചാടിക്കയറി പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമില്ല. എൻ്റെ മരുമകളുടെ ഡ്രസ്സിന് എത്ര വില വന്നാലും അത് ഞാൻ തരും. യശോദയുടെ സംസാരം കേട്ട് ഉണ്ണിയുടെ കൈകൾ നേരെ പോയത് അവൻ്റെ പോക്കറ്റിലേക്കാണ്. അപ്പോഴാണ് അവിടേക്ക് ശ്രീ കയറി വന്നത്. അവൻ്റെ 2 കൈയിലും എന്തൊക്കെയോ കവറുകൾ ഉണ്ടായിരുന്നു. അവൻ രേഷ്മയെ ശ്രദ്ധിച്ചു. അവനും അവളെ എവിടെയോ കണ്ടതുപോലെ തോന്നി. പെട്ടെന്നാണ് അവന് ബാംഗ്ലൂർ വെച്ച് കണ്ട കാഴ്ച ഓർമ്മ വന്നത്. ശ്രീ അവളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് പൂർവിയുടെ അടുത്തേക്ക് ചെന്ന്
കയ്യിലുള്ള കവറുകളെല്ലാം അവൾക്ക് കൊടുത്തു. പറഞ്ഞതെല്ലാം ഉണ്ട്. ഉണ്ണി പൂർവിയുടെ ഷോപ്പിലേക്ക് കയറുന്നത് കണ്ടുകൊണ്ടാണ് ശ്രീ അങ്ങോട്ട് വന്നത്. ഈ സമയത്ത് രേഷ്മ പൂർവിയുടെ ബൊട്ടീക്ക് ചുറ്റിക്കാണുകയായിരുന്നു. ആ തക്കം നോക്കി യശോദ പൂർവിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് എവിടെ പോയാലും കൂട്ടിന് ഒരാണ് വേണമല്ലോടി. അത് കേൾക്കെ ശ്രീയുടെ കൈ തരിച്ചു വരുന്നുണ്ടായിരുന്നു. പക്ഷേ യശോദയുടെ പ്രായത്തെ ഓർത്തും അവർ നിൽക്കുന്ന സാഹചര്യം ഓർത്തും അവൻ മിണ്ടാതെ നിന്നു. എന്നാൽ പൂർവിയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാത്തത് കണ്ട് അവൻ മിഴിച്ചു നിന്നു. ഇവളെന്താ ഒന്നും പറയാത്തത് എന്ന രീതിയിൽ അവളിൽ ഭാവവ്യത്യാസമൊന്നും ഇല്ല എന്ന് കണ്ടതുകൊണ്ട് യശോദ വീണ്ടും തുടർന്നു, ഈ കാണുന്നതാണ് എൻ്റെ പുതിയ മരുമകളാകാൻ പോകുന്ന പെണ്ണ്. അവളെ നിന്നെപ്പോലെയൊന്നുമല്ല, നല്ല ഹൈ ക്ലാസ് ഫാമിലിയാണ്. നിന്നെപ്പോലെ വെറുതെ പതുങ്ങി പൂച്ച പോലെ ഇരിക്കുന്നവളൊന്നുമല്ല. നല്ലോണം സംസാരിക്കാനൊക്കെ അറിയാവുന്ന നല്ല വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള പെൺകുട്ടിയാണ്. എന്നാൽ ഇത് കേൾക്കെ ശ്രീ പൊട്ടി വന്ന് ചിരിയടക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. യശോദയുടെ ചൊറിഞ്ഞ വർത്താനത്തിന് ഒരു മറുപടി കൊടുക്കാതെ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ പൂർവി അവരുടെ ചെവിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ കിടന്ന് ഇനിയും വളവള പറയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അന്ന് ആ വീഡിയോയുടെ ഇഷ്യൂസ് ഉണ്ടായത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങോട്ട് പറയും. അങ്ങനെയൊരു വീട്ടിലേക്കും മകളെ വിടണോ വേണ്ടയോ എന്ന് ഇവർ എന്തായാലും ഒന്നുകൂടി ആലോചിക്കും. ഈ വിവാഹം മുടക്കാൻ ഞാനൊരു ഒറ്റ ഡയലോഗ് പറഞ്ഞാൽ മതി. എന്താ, വേണോ? പോരാത്തതിന് സ്വന്തം അമ്മയുടെ വീഡിയോയും ഏട്ടത്തിയുടെ വീഡിയോയും എടുത്തവനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുത്തനാണ് ഭാവി കെട്ടിയോനെന്നറിഞ്ഞ് അവൾ വന്ന വഴിക്ക് തിരിച്ചോടും. ഇത് കേൾക്കെ യശോദ നന്നായി തന്നെ ഒന്ന് ഞെട്ടി. ശരിയാണ്, ഇതെങ്ങാനും അവരറിഞ്ഞാൽ ഈ വിവാഹം ഒരിക്കലും നടക്കില്ല. പൂർവിയെ ഇനിയും പ്രകോപിപ്പിക്കുന്നത് ബുദ്ധിയല്ലെന്നതുകൊണ്ട് തന്നെ യശോദ പിന്നീടൊന്നും മിണ്ടാൻ പോയില്ല. ഇതേ സമയം രേഷ്മ ഉണ്ണിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് തന്നെ ഓരോന്നും അവന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിയുടെ നോട്ടം പൂർവിയിലായിരുന്നു. എന്നാൽ പൂർവി ഒരു നോട്ടം കൊണ്ടുപോലും അവനെ പരിഗണിച്ചില്ല. എന്നാൽ ഉണ്ണിയുടെ നോട്ടം ശ്രദ്ധിച്ച ശ്രീ വേഗം പൂർവിയുടെ മുന്നിലേക്ക് കയറി നിന്ന് ഉണ്ണിയെ രൂക്ഷമായി നോക്കി. എൻ്റേതാണ് എന്ന് പറയാതെ പറയുന്നത് പോലെ. അതൊരു ഉൾക്കിടലത്തോടെയാണ് ഉണ്ണി കണ്ടത്. അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കാൽ കുഴയുന്നത് പോലെ അവന് തോന്നി. തൻ്റേതായിരുന്നവൾ എന്നാൽ ഇപ്പോൾ